നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മാവാ, അമ്മാവാ, അമ്മാവാ. എന്താ മോളെ? അമ്മാവാ, എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഇനി അങ്ങോട്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അമ്മാവാ. എനിക്ക് ജോലി കിട്ടി. 18 വയസ്സായതും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എന്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ഒരു ഓൺലൈൻ ഡെലിവറി സർവീസ് നടത്തുന്നുണ്ട്. അവിടെ ജോലി കിട്ടിയിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ല. അത്യാവശ്യം കാശും കിട്ടും. അല്ല മോളെ, ഈ പഠിപ്പിന്റെ കൂടെ ജോലി ചെയ്താൽ ശരിയാവോ? നീ മഞ്ജുവിനോട് ഇതിനെ കുറിച്ച് സംസാരിച്ചോ? ഇല്ല, ചേച്ചി ജോലിക്ക് പോണ്ടെന്നേ പറയൂ. പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നത് നല്ലതെന്ന് എനിക്ക് പണ്ടേ തോന്നാറുണ്ട്. മറ്റാരെ ആശ്രയിക്കാതെ ജീവിക്കുമ്പോ നമ്മുടെ തലേ കയറാൻ ആരും വരില്ല. അല്ല, ഈ ഉണക്ക ജോലി കിട്ടിയവനാണ് നീ ഇത്ര വലിയ ജാട കാണിക്കുന്നേ? എത്ര ചെറുതാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയെങ്കിലും ഉണ്ടല്ലോ. പോത്ത് പോലെ വളർന്നിട്ടും നിനക്കതുണ്ടോ? തർക്കുത്തരം പറയുന്നത് നീ നിർത്തിക്കോ. അല്ല, നിനക്ക് ഈ ജോലി തരാന്ന് പറഞ്ഞവരെ താമസം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? കൂടുതൽ ഷോ കാണിച്ചാലേ നിന്റെ ജോലി മാത്രമല്ല, താമസവും റോഡിലാവും. മോളെ, ഇവൻ പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ ജോലിക്ക് പോകാത്തവനാ നിന്നെ കുറ്റപ്പെടുത്തുന്നത്. ദേ, നീ ധൈര്യമായിട്ട് ജോലിക്ക് വെക്കൂ. അമ്മാവൻ നിന്റെ കൂടെ ഉണ്ട്. താങ്ക് യു അമ്മാവ.
ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ? അയ്യോ വേണ്ട. ഇന്ന് രാവിലെ നീ ചെയ്തു തന്ന സഹായത്തിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എന്ത് ക്ഷീണം? നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് സ്വപ്നയ്ക്ക് നിർത്താത്ത ഛർദിലായിരുന്നു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഞാനും അത് തന്നെ കഴിച്ചിട്ടല്ലേ ജോലിക്ക് പോയത്. എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ നുണ പറയുവാണെന്നാണോ? അങ്ങനെയല്ല, ഛർദിക്കാൻ കാരണം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചതായിക്കൂടെ? ഗിരിയേട്ടന് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഇവൾ ആ ഭക്ഷണം കഴിച്ചിട്ട് ഛർദിച്ചു. അവനും കൂടെ അത് കൊടുക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? അങ്ങനെ വയ്യാതിരുന്നിട്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത്? ഞങ്ങളത് കളയാൻ നിന്നതാ. ഗിരിയേട്ടനെ വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ് പട്ടിക്ക് കൊടുത്തത്. ആ പട്ടിയുടെ അവസ്ഥ ഇപ്പൊ എന്താണാവോ? പിടിക്കുന്ന കൈകൊണ്ട് ഇത്രയും നന്നായി പാചകം ചെയ്യാൻ പറ്റുമെന്ന് അറിയിച്ചതിന് നന്ദി. രാത്രി അടിച്ചു വരാൻ പാടില്ലെന്ന് അറിയില്ലേ? രാവിലെ സ്റ്റേഷനിലേക്ക് പോകുന്ന തിരക്കിലായതുകൊണ്ട് സമയം കിട്ടാറില്ല. ഓ, നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല. ഇത്രയും കലിപ്പ് കാണിക്കുന്ന ഒരാളാണ് ആ നോട്ട് എഴുതിയതെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ?